നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് നന്മ ഏതാണെന്ന് അയാൾക്കറിയണം. ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ നന്മയാണ്, ഇത് ഇസ്ലാമിക ദൃഷ്ട്യാ തിന്മയാണ് എന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് പറയുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്ന് മാത്രമല്ല, അത് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും. ഒരുപാട് ചെറുപ്പക്കാരിന്ന് മൗനികളായി നടക്കുകയാണ്. തന്റെ അടുത്തിരിക്കുന്ന ബസ്സിലിരിക്കുന്ന തന്റെ സഹോദരനോട് ദീനിനെ കുറിച്ച് പറഞ്ഞാൽ താൻ കുറ്റക്കാരനായി പോകുമോ, തന്റെ കൂടെ നമസ്കരിക്കാൻ വരുന്ന, തന്റെ കൂടെ പള്ളിയിൽ വരുന്ന, തന്റെ പക്കത്ത് താമസിക്കുന്ന ആളോട് ദീനിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനായി പോകുമോ എന്ന ഭയം. അവരിപ്പോൾ അറബി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കിതാബുകൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ച് മഹാപണ്ഡിതനായതിനു ശേഷം മാത്രം ദഅവത്ത് നടത്തിയാൽ മതി എന്ന അപകടകരമായ ചിന്താഗതി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ചിന്താഗതി ഈ ദഅവത്തിനെ മുടക്കുക എന്നുള്ളതാണ്. ശരിക്ക് ശൈത്താന്റെ ദഅവത്താണിത്, ദഅവത്തുൻ ശൈത്താനിയത്താണ്. കാരണം തൗഹീദിനു വേണ്ടി ഈ പ്രസ്ഥാനം ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണ്. ശിർക്ക് ബിദ്അത്തുകളെ ന്യായീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെതിരിൽ ഇന്ന് ശക്തമായി പ്രവർത്തിക്കുന്ന, കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന, തൗഹീദും ശിർക്കും വകതിരിച്ച് സുന്നത്തും ബിദ്അത്തും വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് കേരള നദുവത്തുൽ മുജാഹിദീനും കേരള ജംഇയ്യത്തുൽ നേതൃത്വം നൽകുന്ന സലഫി കൂട്ടായ്മയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് മുടക്കാൻ അത് പാടില്ല, അത് തെറ്റാണ്, അത് നിർത്തിവെക്കണമെന്ന് പറയുന്നത് അതൊരിക്കലും അള്ളാഹുവിന്റെ ദൂതന്മാരുടെ പാരമ്പര്യമല്ല, അമ്പിയാക്കളുടെ പാരമ്പര്യമല്ല. അത് ഇബ്ലീസിന്റെ ദഅവത്താണ്. ഇബ്ലീസിന്റെ ദഅവത്തെന്ന് പറഞ്ഞേ മതിയാവൂ. ആ തരത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് അങ്ങനെ പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ദഅവത്ത് നിലച്ചു പോയാൽ അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കും നമുക്കുള്ളത്. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു. കാനൂലായത്നാഹുലാൻ മുൻകരിൽ ഫഅലൂഹു, അവർക്കിടയിൽ നടന്നിരുന്ന തെറ്റുകളെ പരസ്പരം അവർ വിരോധിച്ചിരുന്നില്ല എന്നത് കുറ്റമായിട്ടാണ് ഖുർആൻ എടുത്തു പറയുന്നത്. വല്ലദീന ഫീ ബിയദിഹി ലതഅമുറുന്ന ബിൽ മഅറൂഫ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹൗന്ന അനിൽ മുൻകർ, നിങ്ങൾ ചീത്ത കാര്യങ്ങളെ വിരോധിക്കുക തന്നെ വേണം. ഔല യൂസിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻ ഇൻദിഹി, അല്ലെങ്കിൽ അല്ലാഹു അവന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ഒരു ശിക്ഷ അയക്കാറാകും, ശിക്ഷ എടുത്തിട്ടുണ്ട്. സുമ്മല തദഉന്നഹു ഫലാ യസ്തജീബു ലക്കും, ഈ ഉത്തരവാദിത്വം നിങ്ങൾ നിർത്തിവെച്ചാൽ പിന്നെ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നതല്ല. നിങ്ങൾ കൈയുയർത്തി അള്ളാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യും, പക്ഷെ ഉമ്മത്തിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ ഈ ഉത്തരവാദിത്വത്തിൽ ഇന്ന് സലഫി ചെറുപ്പക്കാരെ നിങ്ങൾ ഒരിക്കലും തന്നെ പിന്നോട്ട് പോകരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം യഥാർത്ഥത്തിൽ ഈ ദഅവത്ത് എന്ന് പറയുന്നത്. അത് എല്ലാ പണ്ഡിതന്മാരും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.